Hello guys, welcome to my YouTube channel Agu Talks. So basically this video is about NIFT counseling process. ഇത് ശരിക്കും പറയാൻ ഞാൻ പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ പെട്ടെന്ന് എടുക്കുന്ന ഒരു വീഡിയോ. കാര്യം എന്നെ കുറേ സ്റ്റുഡൻസ് എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് NIFT കൗൺസിലിംഗ് പ്രോസസ്സ് എന്താ എന്ന് ചോദിച്ചിട്ട്, എങ്ങനെയാ കുറേ ഡൗട്ട്സ്. ഇപ്പം അവരുടെ റാങ്ക് പറഞ്ഞിട്ട് എനിക്ക് ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് NIFTൽ പഠിക്കുന്നവർക്ക് അറിയാം, അവർക്ക് ബേസിക്കലി ഒരു 1-2 കുട്ടികളുടെയെങ്കിലും എൻക്വയറീസ് വരാതിരിക്കത്തില്ല. അപ്പോൾ എനിക്കെന്ന് പറയുമ്പോൾ ഞാൻ പഠിച്ച കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ അവർ കോൺടാക്ട് കൊടുത്തിട്ട്, പിന്നെ നമ്മൾ ഇടയ്ക്ക് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ വെറുതെ വിസിറ്റ് ചെയ്യാനൊക്കെ പോകും, അവിടെയുള്ള സ്റ്റാഫിനെയും ഫാക്കൽറ്റീസിനെയൊക്കെ കാണാം. അപ്പോൾ ആ ടൈമിൽ പിള്ളേരൊക്കെ കാണുമ്പോഴത്തേക്ക് അവർ നമ്മുടെ കോൺടാക്ട് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ മേടിച്ചിട്ട് അങ്ങനെ കുറേ സ്റ്റുഡൻസ് എന്നെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പം എന്തായാലും എനിവേസ് ഐ സ്റ്റാർട്ടഡ് യൂട്യൂബ് ചാനൽ ആൻഡ് NIFT റിലേറ്റഡ് വീഡിയോസ് തന്നെ ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പം ഇഫ് ഐ ഡു ദിസ് റൈറ്റ് നൗ, അത് ആർക്കെങ്കിലും എല്ലാവർക്കും അല്ലെങ്കിലും ഇഫ് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ ഒരാൾക്കെങ്കിലും നല്ലല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ലാസ്റ്റ് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ ഷൂട്ട് ചെയ്ത് അതേ ടൈമിൽ തന്നെ ഷൂട്ട് ചെയ്ത വീഡിയോ. കാര്യം 2-3 ദിവസമായി ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി. റിസൾട്ട് വന്നിട്ട് ഇപ്പം എന്തോ 3 ദിവസം എന്തായില്ലേ. സോ ഇനി ഇത് വെച്ച് താമസിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, സോ ബേസിക്കലി കൗൺസിലിങ്ങിനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ 2 തവണ NIFT എഴുതിയിട്ടുണ്ട്, NIFT എൻട്രൻസ് എക്സാം എഴുതിയിട്ടുണ്ട്. സോ 2 തവണ ഞാൻ ഈ ഒരു സെയിം പ്രോസസ്സ് കൗൺസിലിംഗ്, ഫീസ് പേയ്മെൻറ്റ്, റിസൾട്ട് വരുന്നു, അതേ പ്രോസസ്സിൽ കൂടെ 2 തവണ പോയിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് ഇയർ ഞാൻ ഫസ്റ്റ് ഇയർ ആയിരുന്ന ടൈമിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബ്രദറിന് വേണ്ടിയിട്ടും സെയിം കൗൺസിലിംഗ് പ്രോസസ്സ് ആ ഒരു ലൈക്ക് അപ്ഡേറ്റ്സ് അറിയുന്നുണ്ടായിരുന്നു. അവനെ ഞാൻ ഹെൽപ്പ് ചെയ്തായിരുന്നു കൗൺസിലിംഗ് രജിസ്ട്രേഷൻ, ഈ ഒരു അലോട്ട്മെൻറ്റിന് നമ്മൾ കോളേജസ് ചൂസ് ചെയ്തില്ല ആ സംഭവത്തിനും, പിന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു 3 വർഷമായിട്ട് ആ ഒരു കൗൺസിലിംഗ് പ്രോസസ്സിൻ്റെ ടൈമിൽ ഞാൻ ഇതെല്ലാം അറിയുന്നുണ്ട്. അതുകൊണ്ട് 3 വർഷം ഒരേ പാറ്റേൺ ആയിരുന്നു. ഈ വർഷം പാറ്റേൺ ചേഞ്ച് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് നോ ഐഡിയ. ഈ വർഷം എനിക്ക് എന്നെ കോൺടാക്ട് ചെയ്ത പിള്ളേർ പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമേ എനിക്ക് അറിയൂ. അത് ഞാൻ ഇപ്പോഴും ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് പറയാം. ഇഫ് എനിത്തിങ് ഈസ് റോങ് എന്നോട് ലൈക്ക് ഐ എം സോറി, അത്രേ ഉള്ളൂ. സോ ഐ ഡോണ്ട് സേ ലൈക്ക് എന്നെ 100% ട്രസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ, പക്ഷേ ദിസ് ഈസ് വാട്ട് ഹാപ്പൻ. ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ലാസ്റ്റ് 3 ഇയേഴ്സായിട്ട് നടക്കുന്നത്. സോ ബേസിക്കലി കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു NIFT അലോട്ട്മെൻറ്റ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു ഹോൾ പ്രോസസ്സ്. NIFTൽ നമുക്കൊരു കോളേജ് അലോട്ട് ആവുന്നതിന് മുന്നേ ഉള്ളൊരു ഫുൾ റിസൾട്ട് ആൻഡ് അലോട്ട്മെൻറ്റ് ആൻഡ് ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു ഹോൾ പ്രോസസ്സിനെ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ആൻഡ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ, ഇപ്പം റിസൾട്ട് 3 ദിവസം മുന്നേ വന്നു. അത് കഴിയുമ്പം എൻ്റെയൊക്കെ ടൈമിൽ ഞാൻ ആദ്യം NIFT എഴുതിയത് കൊറോണേൻ്റെ ടൈമിലായിരുന്നു. അന്നൊരു ഓൺലൈൻ എക്സാം ഒക്കെ ആയിരുന്നു. അപ്പം അന്നാണ് ആദ്യമായിട്ട് ഈ കൗൺസിലിംഗ്, ഈ നമ്മുടെ പ്രിഫറൻസ് ആൻഡ് ചോയ്സസ് ടൈപ്പ് ഓഫ് പാറ്റേൺ വന്നത്. അതിന് മുന്നേ ഞാൻ കേട്ടിട്ടുള്ളത്, അന്ന് ഞാൻ കുറേ യൂട്യൂബിലൊക്കെ റിസർച്ച് ചെയ്തപ്പോൾ അന്ന് ഞാൻ കേട്ടിട്ടുള്ളത്, അതിന് മുന്നത്തെ ഇയർ ഓൺലൈൻ ലൈക്ക് ഒരു സൂം മീറ്റ്, എന്തോ ഒരു ഗൂഗിൾ മീറ്റ്, അങ്ങനെ എന്തോ ഒരു ഇൻ്റർവ്യൂ മാതിരി എന്തോ ഒരു സംഭവം വെച്ചിട്ടുള്ള കൗൺസിലിംഗ് ആയിരുന്നു. എന്നുവെച്ചാൽ ലൈവായിട്ട് ചൂസ് ചെയ്യുന്ന രീതിയിൽ. പക്ഷേ അതിന് മുന്നത്തെ ഇയർ അത്രയും നാളും നമ്മളൊരു റെസ്പെക്റ്റീവ് ക്യാമ്പസിൽ പോയിട്ട് നമുക്ക് വേണ്ടുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ചൂസ് ചെയ്യും. അങ്ങനെ ആയിരുന്നു എന്നാൽ ഞാൻ അന്ന് റിസർച്ച് ചെയ്തപ്പം. എന്ന് വെച്ചാൽ ഞാനൊരു 2022 ആദ്യമായിട്ട് NIFT അപ്പിയർ ചെയ്യുന്നത്. അപ്പം ആ ടൈമിൽ ഞാൻ റിസർച്ച് ചെയ്തപ്പം കണ്ടത് ലൈക്ക് ഐ വാസ് ഓൾസോ ക്യൂരിയസ് 2022 ഈ NIFT കൗൺസിലിംഗ് എങ്ങനെയാണ് നടക്കുന്നത്, എന്താ നടക്കാൻ പോകുന്നതെന്ന്. അപ്പം അന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു ലാസ്റ്റ് ഇയർ എന്ന് പറയുമ്പം, അന്ന് 2021 എന്ന് പറയുമ്പം കൊറോണ ആയതുകൊണ്ട് ഓൺലൈനായിട്ടാണ് എല്ലാവരും ചൂസ് ചെയ്തത്. അതിന് മുന്നേ എന്ന് പറയുമ്പം ക്യാമ്പസിൽ പോയിട്ടായിരുന്നു ചൂസ് ചെയ്യുന്നത്. അതായത് എൻ്റെ ടൈം തൊട്ടാണ് ആദ്യമായിട്ട് ഇങ്ങനെ പ്രിഫറൻസ് ആൻഡ് ചോയ്സസ് എന്നുള്ളൊരു കാര്യം വന്നു തുടങ്ങിയത്. സോ ബേസിക്കലി ഇപ്പം നല്ല 3 വർഷമായിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം റിസൾട്ട് വരും. റിസൾട്ട് വന്നിട്ട് നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യണം. ആ ഡോക്യുമെൻറ്റ്സിന് ഓരോ ഫോർമാറ്റാണ്. ഇപ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിനൊരു ഫോർമാറ്റ് ആണ്. അനക്ഷർ 1, അനക്ഷർ ദിസ് നമ്പർ, പർട്ടിക്കുലർ നമ്പർ, അങ്ങനെ പറയും. അന്നേരം ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർ പറയുന്ന ഫോർമാറ്റിൽ പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ അത് വെരിഫൈഡ് ആകില്ല. അപ്പം ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദിസ്, ബട്ട് ലാസ്റ്റ് ഇയർ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറിന് ചെയ്തപ്പം അതേപോലെ ചെയ്തതെന്ന് എൻ്റെ ഓർമ്മ. കാര്യം ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തതും ഫസ്റ്റ് പ്രിഫറൻസസ് ചോയ്സസ് കൊടുത്തത് ഒന്നിച്ചാണ്. സോ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രിഫറൻസ് ആൻഡ് ചോയ്സസ് കൊടുക്കണം, ഏതൊക്കെ കോളേജിലാണ് ലൈക്ക് വി ചൂസ് ടു ഗോ എന്നുള്ളത്. അപ്പം ഈ ചോയ്സസ് കൊടുക്കുമ്പം ഞാൻ ആദ്യം ചോയ്സസ് കൊടുത്ത ടൈമിൽ ഞാൻ 60 ചോയ്സസ് എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം നമുക്ക് ലിമിറ്റ് ഇല്ലായിരുന്നു, അന്നും ലിമിറ്റ് ഇല്ല, സെക്കൻഡ് ടൈമിൽ ലിമിറ്റ് ഇല്ലായിരുന്നു, ലാസ്റ്റ് ഇയറും ലിമിറ്റ് ഇല്ലായിരുന്നു. അന്നേരം എത്ര ചോയ്സ് ആണെങ്കിലും കൊടുക്കാമെന്ന് എനിക്ക് തോന്നി.
16 ഞാൻ പറഞ്ഞു, എൻ്റെ ഓർമ്മയിൽ അങ്ങനെ. പക്ഷേ ഐ എം നോട്ട് ഷുവർ 16 ആയിരുന്നു. എന്നാലും ഞാൻ കുറേ ചോദിച്ചു കൊടുത്തു. എല്ലാ നിഫ്റ്റും വെച്ചു, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും വെച്ചു. അതെനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് എവിടെയെങ്കിലും കിട്ടണം എന്നുള്ളൊരു മൈൻഡിൽ. സോ നമ്മുടെ ഹയസ്റ്റ് പ്രിഫറൻസ് നമ്മൾ നോക്കി വെക്കണം. ലൈക്ക് നോക്കി വെക്കണം എന്നറിയാം. ഓരോരുത്തർക്ക് ഓരോ ലൈക്ക് ഇൻറ്റൻഷൻസ് കാണും. എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ അന്നത്തെ ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നിഫ്റ്റ് കിട്ടിയാലും പോകുന്നതായിരുന്നു. അങ്ങനെ ഏത് നിഫ്റ്റ് കിട്ടിയാലും പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം വെക്കാം. എന്ത് കിട്ടിയാലും പോകുന്നത്, ഏത് ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടിയാലും. അന്ന് പിന്നെ എനിക്ക് FD വേണമെന്നൊരു പ്രിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം സൗത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വെച്ചിട്ട് നോർത്തിലോട്ട് FD ബിക്കോസ് അതായിരുന്നു നല്ല പോപ്പുലർ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത്. എനിക്ക് TD ഒന്നും പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ വെച്ച് പോയി. അത് നിഫ്റ്റ് എനിക്ക് ആദ്യം എഴുതുന്ന ടൈമിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്താണെന്ന് പോലും അറിയത്തില്ല. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പ്രിഫറൻസ് ആൻഡ് ചോയ്സസ് വെക്കുന്നതിന് മുന്നേ ക്ലിയർ ആയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്താണ്, ലൈക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ആയിരിക്കും നിങ്ങൾ പഠിക്കുന്നത് എന്ന് ഡിസ്ട്രാക്ഷൻസ് ആരും പോണച്ച്. അപ്പം എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നതെന്നൊരു ഐഡിയ, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ കവർ ചെയ്യാൻ പോകുന്ന കോഴ്സസ് എന്തൊക്കെയാണെന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലൈക്ക് യു ലൈക്ക് ദാറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ നോട്ട്. സർഫസിൽ നിന്നിട്ട് ഓക്കെ എനിക്ക് ഫാഷൻ ഡിസൈൻ പോയാൽ മതി, അല്ലെങ്കിൽ ഫാഷൻ കമ്മ്യൂണിക്കേഷൻ പോയാൽ മതി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിലോട്ട് എൻ്റർ ആകുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ മേ ബി നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ്. ഇതെനിക്ക് സംഭവിച്ചിട്ടുണ്ട്. കാര്യം അതെനിക്ക് ലക്കുണ്ട് സത്യം പറയാം. ആദ്യത്തെ തവണ ഞാൻ നിഫ്റ്റ് ഞാൻ 12th പഠിക്കുമ്പോഴേ എഴുതുന്നത്. ആ ടൈമിലേക്ക് FD മതി എന്നായിരുന്നു. FD എന്ന് പറഞ്ഞിരുന്നത് ഞാൻ. അപ്പം എനിക്ക് സത്യം പറയാം ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ നിഫ്റ്റ് ശ്രീനഗർ FC ആണ് കിട്ടിയത്. അപ്പോൾ FC നോക്കിയപ്പോൾ നല്ല ഡിപ്പാർട്ട്മെൻറ്റാണ്, എല്ലാവരും ഭയങ്കര ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ FC നല്ല ഡിപ്പാർട്ട്മെൻറ്റ്, അതിൽ പോകാമെന്ന് വിചാരിച്ച്. പിന്നെ ശ്രീനഗർ ആയതുകൊണ്ട് അവിടെയാണ് നെക്സ്റ്റ് മിസ്റ്റേക്ക്. ക്ലിയർലി നിങ്ങൾക്ക് ഒരു ഐഡിയ ആണ്. ഇപ്പം നിങ്ങൾ ശ്രീനഗർ, ഷില്ലോങ്, കാംഗ്ര അങ്ങനത്തെ സ്ഥലങ്ങൾ വെച്ചാൽ പോത്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങൾ വെക്കരുത്. കാര്യം നിങ്ങൾക്ക് കിട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ അതിന് മുകളിൽ അപ്ഗ്രേഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് അപ്ഗ്രേഡ് ആകാനുള്ള നിങ്ങൾക്ക് താല്പര്യമുള്ള ഓപ്ഷൻസ് വെച്ചേക്കണം. അന്നേരം ഞാൻ റാൻഡം ആയിട്ട് തോന്നിയ പോലെ വെച്ചിട്ടെങ്കിൽ നിഫ്റ്റ് ശ്രീനഗർ കിട്ടി. എനിക്ക് അന്ന് വേറെ നിഫ്റ്റിനെ പറ്റിയൊന്നും ഐഡിയ ഇല്ലാത്ത നിഫ്റ്റ് കണ്ണൂർ വേണമെന്നായിരുന്നു. അപ്പം നിഫ്റ്റ് കണ്ണൂരാണെങ്കിലോ ശ്രീനഗറിൻ്റെ മുകളിലും അല്ല, അത് എവിടെയൊക്കെയോ റാൻഡായിട്ട് സ്കാറ്റേർഡായിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ പ്രിഫറൻസ് ചോയ്സും വെച്ച് ആകെ മൊത്തത്തിൽ കുളമായിരുന്നു. അങ്ങനെ ഞാൻ നിഫ്റ്റ് ശ്രീനഗർ പോയില്ല. കാര്യം പേരൻസിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു അങ്ങോട്ട് അത്രയും ഡിസ്റ്റൻസിൽ വിടാൻ. പിന്നെ എനിക്കും ഞാനപ്പം 12th ആയതേ ഉള്ളൂ. അന്നേരം എനിക്ക് തോന്നിയൊരു ഗ്യാപ്പ് ഇയർ എടുക്കാമെന്ന്. ആ ഗ്യാപ്പ് ഇയർ എടുത്ത വാസ് ദി ബെസ്റ്റ് ഡിസിഷൻ ഇൻ മൈ ലൈഫ് എന്ന് ഞാൻ ഇപ്പം ടിൽ നൗ എപ്പോഴും ഞാൻ വിചാരിക്കും. ഗ്യാപ്പ് ഇയർ എടുത്ത നല്ലൊരു ഡിസിഷനായിരുന്നു. സോ അതുകൊണ്ടാണ് എനിക്ക് കുറച്ചുകൂടെ അറിയാൻ പറ്റും നിഫ്റ്റിനെ പറ്റി ആ ഗ്യാപ്പ് ഇയർ എടുത്തതുകൊണ്ട്. കാര്യം അതിന് മുന്നേ ഞാൻ FD ആണ് എനിക്ക് വേണ്ടുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വിചാരിച്ചിട്ടുണ്ടെന്നോ ലൈക്ക് ഗ്യാപ്പ് ഇയർ എടുത്ത് ഞാൻ കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് കുറേ കാര്യങ്ങൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ പറ്റിയിട്ട് എല്ലാം നോക്കി പഠിച്ചപ്പോഴെങ്കിൽ മനസ്സിലായി ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ TD. FDനെ കാട്ടി എൻ്റെ ഇൻട്രസ്റ്റ് സ്റ്റിച്ചിങ്ങിലോ ഇല്ലുസ്ട്രേഷൻസിലോ ഒന്നും അല്ല. എൻ്റെ ഇൻട്രസ്റ്റ് സർഫസ് എംബലിഷ്മെൻറ്റിലും മെറ്റീരിയൽസിലൊക്കെയാണ്. സോറി ഗൈസ്, റോസി ഹാരി തുടങ്ങി. മെറ്റീരിയൽസിലൊക്കെയാണ് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെയാണ് ഞാൻ സെക്കൻഡ് ടൈം നിഫ്റ്റ് എഴുതിയപ്പം നിഫ്റ്റ് TDക്ക് പ്രിഫറൻസ് കൊടുത്ത് വെച്ചത്. സോ നിങ്ങൾ പ്രിഫറൻസ് ആൻഡ് ചോയ്സസ് വെക്കുമ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രിഫർ ചെയ്യുന്ന സാധനം തന്നെ ടോപ്പിൽ വെക്കണം. ലൈക്ക് ഇപ്പം നിങ്ങൾ ഡൽഹി വെച്ചു, പക്ഷേ ഡൽഹി കിട്ടിയാലും പോകത്തില്ല എന്നുള്ള ഇതിലാണെങ്കിൽ ഡൽഹി വെക്കരുത്. കാര്യം ഞാൻ ഡൽഹി മുംബൈ ഒന്നും വെച്ചിട്ടില്ല. കാര്യം എനിക്ക് സൗത്ത് നിൽക്കണം എന്ന്. അങ്ങനെ ഒരു റീജിയണൽ പ്രിഫറൻസ് ഉള്ള ആൾക്കാർ കാണും, സൗത്തിൽ നിന്നാൽ മതി എന്നുള്ള. അങ്ങനെയുള്ളവർ സൗത്തിന് മാത്രം പ്രിഫറൻസ് കൊടുത്ത് സൗത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും വെച്ചിട്ട് ശരിക്കും അത് നിങ്ങൾ വയസ്സായിട്ടിരുന്ന് ആലോചിച്ച് ചെയ്യേണ്ട ഒരു ഡിസിഷൻ ഈ പ്രിഫറൻസ് ആൻഡ് ചോയ്സസ്. ഇത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കുറേ നേരം കൊണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് പറയാൻ വേണ്ടിയിട്ട്. ഇതെങ്ങനെ ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ആദ്യത്തെ തവണ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മൊത്തത്തിൽ കുളമായിരുന്നത്. സോ എൻ്റെ രണ്ടാമത് നിഫ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ എങ്ങനെ പ്രിഫറൻസ് വെച്ചതെന്ന് പറയാം. എൻ്റെ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3264 ആയിരുന്നു എൻ്റെ റാങ്ക്, കോമൺ മെറിറ്റ് റാങ്ക്. എൻ്റെ OBC റാങ്ക് വന്നപ്പോഴത്തേക്ക് അത് 600 സംതിങ്, എക്സാക്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ്. നിഫ്റ്റ് 2023 ഞാൻ ലൈക്ക് ആ അറ്റംപ്റ്റ് ഞാൻ നിഫ്റ്റ് 2023 സ്റ്റുഡൻ്റ് ആണ്, അതുകൊണ്ട് ആ ഒരു ഫ്ലോയ്ക്ക് അങ്ങനെ പറയും. 2023 നിഫ്റ്റ് ട്രൈ ചെയ്തപ്പം എൻ്റെ ഒരു റാങ്കും കോമൺ മെറിറ്റ് റാങ്കും OBC റാങ്കും ഇതായിരുന്നു. ആൻഡ് എനിക്ക് TD മതിയായിരുന്നു. പക്ഷേ 2022 എനിക്ക് FD മതിയായിരുന്നു. FC കിട്ടിയാലും ഓക്കെ ആയിരുന്നു ഞാൻ. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി FC എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റാണ്. FC എടുത്താൽ ഞാൻ കഷ്ടപ്പെടുമെന്ന് എനിക്ക് മനസ്സിലായി. അത് ആ ഒരു 1 ഇയറിൽ ഉണ്ടായ റിയലൈസേഷൻസാണ്. സോ TD വേണമായിരുന്നു, സൗത്ത് വേണമായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ TD വെച്ചു. പിന്നെ കണ്ണൂർ TD. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ പേരൻസിനും ഞാൻ കണ്ണൂർ നിൽക്കണം എന്നുള്ളൊരു നാട്ടിൽ നിൽക്കണം എന്നുള്ളൊരു ഇതുണ്ടായതുകൊണ്ടും പിന്നെ എനിക്ക് നോർത്തിലോട്ട് പോകാൻ താല്പര്യമില്ല. ഞാൻ ഹൈദരാബാദ്, ചെന്നൈയാണ് നോക്കിയത്. അതുകൊണ്ട് ഞാൻ പിന്നെ കണ്ണൂർ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും വെച്ചു. എന്നിട്ട്
പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ബാംഗ്ലൂർ ഹൈദരാബാദ് ബാക്കിലോട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും അങ്ങനെ വെച്ച് പോയി. എന്ന് വെച്ചാൽ ബാംഗ്ലൂർ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഹൈദരാബാദ് ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ്സ്, ചെന്നൈ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ്സ് അങ്ങനെ വെച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വെച്ചത്. എക്സാക്ട്ലി എനിക്ക് മറ്റേ ബാക്കിലോട്ട് ഇനി എന്തൊക്കെ വെച്ചതെന്നൊന്നും ഓർമ്മയില്ല. എന്തായാലും എനിക്ക് ഈ കാര്യം ഓർമ്മയുണ്ട്, ഞാൻ 25 പ്രിഫറൻസസ് വെച്ച് എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റിൽ 25 എന്തോ ഞാൻ വെച്ചത്. കാര്യം ഞാൻ ഈ പ്രാവശ്യം ശ്രീനഗർ, ഷില്ലോങ്, കാംഗ്ര, റൈബറേലി ഒന്നും വെച്ചിട്ടില്ല, ഭോപ്പാൽ ഒന്നും വെച്ചില്ല. എനിക്ക് പോകണം എന്നില്ലാത്ത ഒരു സ്ഥലങ്ങളും ഞാൻ വെച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്കൊരു റിസ്ക് ഉണ്ട്. ഏതേലും നിഫ്റ്റ് കിട്ടിയാൽ മതി എന്നുള്ള കുട്ടികൾ അങ്ങനെ ചെയ്യരുത്. ഏത് നിഫ്റ്റ് കിട്ടിയാലും പോകും. ലൈക്ക് ദർ ഇസ് നോ അതർ ചോയ്സ്. നിഫ്റ്റിൽ ഈ പ്രാവശ്യം കയറിയേ പറ്റൂ എന്നാഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാതിരിക്കാനുള്ള ചാൻസസ് ഉണ്ടാവും. കാര്യം എനിക്ക് കുറച്ച് ടെൻഷൻ ആയിരുന്നു ഇങ്ങനെ ചൂസ് ചെയ്തിട്ട് പ്രിഫറൻസ് വെച്ചിട്ട് പിന്നെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു സംഭവം. എന്നാലും സ്റ്റിൽ ഞാൻ ആദ്യത്തെ തവണ ശ്രീനഗർ കിട്ടിയിട്ട് പോയില്ല. അപ്പം പിന്നെ ഞാനത് വെക്കുന്നതിൽ അർത്ഥമില്ല. ആ ഒരു നിങ്ങൾ അതാണ് ആദ്യം മൈൻഡിൽ വെക്കേണ്ടത്. നിങ്ങൾ ഏതാണ് മൈൻഡ് സെറ്റ് എന്ന് ആലോചിക്കണം. എന്ത് കിട്ടിയാലും പോകും, എവിടെ കിട്ടിയാലും പോകും, ഏത് ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടിയാലും പോകുമെന്ന് ആലോചിക്കണം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റീജിയണൽ പ്രിഫറൻസസ് ഉണ്ടോ എന്ന് ആലോചിക്കണം. സൗത്ത് ഇന്ത്യ മതി, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ മതി, അല്ലെങ്കിൽ സൗത്ത് നോർത്തും ഓക്കെയാണ്. മറ്റേ കാശ്മീർ, ഷിലോങ്, കാംഗ്ര അങ്ങനത്തെ സ്ഥലത്ത് പോകത്തില്ല. അങ്ങനത്തെ പ്രിഫറൻസ്, അല്ലെങ്കിൽ ഗുഡ് കോളേജസ് മാത്രം മതി. എന്ന് വെച്ചാൽ റേറ്റിങ്ങും റാങ്കിങ്ങും ഒക്കെ വെച്ചിട്ട് ടോപ്പ് 10 വരുന്ന കോളേജസ് മാത്രം മതി എന്നൊക്കെയുള്ള പ്രിഫറൻസസ് ഉണ്ടെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുത്തിട്ട് നിങ്ങൾക്ക് വെക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് പ്രയോറിറ്റി കൊടുത്ത് വയ്ക്കാം. പിന്നെ എന്നോട് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ സ്ഥലത്തിന് പ്രയോറിറ്റി, അത് എൻ്റെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു നെഫ്റ്റ് എഴുതുന്ന ടൈമിൽ. സ്ഥലത്തിനാണോ ഡിപ്പാർട്ട്മെൻറ്റിനാണോ പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന്. ഇപ്പം 2 വർഷം നെഫ്റ്റിൽ പഠിച്ചിട്ട് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയത്തില്ല. വേറെ സ്ഥലത്തിനെ പറ്റി അറിയാത്തത് കൊണ്ട് എനിക്കത് സ്ഥലം മാറ്റർ എന്ന് എനിക്കിപ്പം ഫീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റേഴ്സ്. ഞാൻ ഇതിൽ കൺഫ്യൂസ്ഡാണ് ഗൈസ് ഇപ്പോഴും. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഐ തിങ്ക് ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റേഴ്സ്. സ്ഥലം മാറ്റേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വേണമെങ്കിൽ ഒന്ന് നമുക്ക് ഇൻ്റർ ഡിസിപ്ലിനറി മൈനറൊക്കെ വരുമ്പം വേറെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടൊന്ന് പോകാൻ, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക്സ് ചെയ്യാനൊക്കെ ഉള്ളൊരു ആക്സസ് ഉണ്ട് നെഫ്റ്റിൽ. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം ഞാൻ ടെക്സ്റ്റൈൽ ഡിസൈൻ എടുത്തെന്ന് പറഞ്ഞ് എനിക്ക് സ്റ്റൈലിംഗ് വേണമെങ്കിൽ ഫോക്കസ് ചെയ്യാതിരിക്കാൻ ഉള്ള ഇതൊന്നുമില്ല. എനിക്ക് സ്റ്റൈലിംഗ് സെക്ടറിലാണെങ്കിൽ ജോബ് വേണ്ടെങ്കിൽ എനിക്ക് സ്റ്റൈലിംഗ് ഫോക്കസ് ചെയ്ത് എൻ്റെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്താൽ മതി. ആ രീതിയിൽ ആലോചിക്കുമ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിലും നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉള്ള സാധനത്തിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ TDയിലുള്ള ലൈക്ക് ഗ്രാഫിക് ഡിസൈനിങ് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പിള്ളേർ ഉണ്ട്. അങ്ങനെ ചെയ്യാം, അതിൽ കുഴപ്പമില്ല. പക്ഷെ സ്ഥലത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ കണ്ണൂരായതുകൊണ്ടും ലൈക്ക് ദർ ഇസ് നത്തിങ് കുറേ എക്സ്പ്ലോർ ചെയ്തിങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇപ്പം അങ്ങനത്തെ സ്ഥലത്ത് പോയവർക്ക് അതിനെപ്പറ്റി എൻ്റെ ഒരു ആക്സസിബിലിറ്റി അല്ലെങ്കിൽ എക്സ്പോഷർ കൂടുതലാണെന്നല്ല പറയണം. ഡൽഹിയിലും ബാംഗ്ലൂരും ഒക്കെ പോയി കഴിഞ്ഞാൽ അപ്പം മേ ബി അതെനിക്ക് വേറെ സ്ഥലത്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇത് പറയാൻ ഞാൻ ആളല്ല. എനിക്ക് ഓക്കെ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ എനിക്ക് സ്ഥലം ഈസ് യു ഷുഡ് പ്രിഫർ പ്ലേസസ് ദാൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയാൻ പറ്റൂല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യു. ലൈക്ക് നിങ്ങളുടെ ഒരു ഡിഗ്രി ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ മതി എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഫോക്കസ് ഓൺ ഡിപ്പാർട്ട്മെൻറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനെക്കാട്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിൽ കൂടുതൽ പഠിക്കണം എന്നൊരു ആഗ്രഹം ആണ് ഉണ്ടെന്നുള്ളെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഫോക്കസ് ചെയ്യണം. അല്ലാണ്ട് ശരിക്കും പറയാം എക്സ്പോഷറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് നോക്കുന്നതെങ്കിൽ സ്ഥലം പ്രിഫർ ചെയ്യുന്നതായിരിക്കും. സ്ഥലം ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയാൻ കാര്യം ഇപ്പം വേറെ സ്ഥലത്ത് ഇപ്പം നോർത്തിലോട്ടുള്ള ഞാൻ കോളേജസ് മെൻഷൻ ചെയ്യുന്നില്ല. ഇപ്പം പോയിട്ട് കുറച്ച് പ്രശ്നങ്ങളായ ഫ്രണ്ട്സൊക്കെ എനിക്കുണ്ട്. വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ലൈക്ക് കണ്ണൂരോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നാട്ടിൽ നിൽക്കുവാന്നൊരു ഇതെങ്കിലും ഉണ്ടായി എന്നെ കണ്ണൂർ വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ പിള്ളേരൊക്കെ എനിക്കറിയാം, ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് അങ്ങനെ പറയും. പക്ഷേ ഓഫ് കോഴ്സ് ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ് അടിപൊളിയാണ്. അവർ എന്തായാലും ടോപ്പ് നിഫ്റ്റ് എന്ന് പറയുമ്പോൾ അവർ എക്സ്പോഷർ ബേസിസിൽ തന്നെ അവർ ടോപ്പ് നിഫ്റ്റ് ആവുന്നത്. അല്ലാതെ നോക്കുമ്പോൾ കാരിക്കുലം ഫീസ് എല്ലാം ഏകദേശം സെയിം തന്നെ, ഫെസിലിറ്റീസും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അതെനിക്ക് ഷുവറല്ല. ഞാൻ എൻ്റെ കോളേജിലെ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾക്ക് വേറെ കോളേജസിനെ പറ്റിയിട്ട് ആക്ച്വലി അത്രയും ഫ്രണ്ട്സൊന്നും ഇല്ല എനിക്ക് മുംബൈ ഡൽഹിയിലൊന്നും. ജസ്റ്റ് 2-2 ഉള്ളത്. പിന്നെ അവരായിട്ടൊന്നും കോച്ചിങ് സെൻറ്ററിലെ ക്ലാസ്മേറ്റ്സ് എന്നല്ലാതെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പുള്ള ഫ്രണ്ട്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഐ ഡോണ്ട് നോ ഇൻഫർമേഷൻ അബൌട്ട് അതർ കോളേജസ്. അതുകൊണ്ട് അത് പറയാൻ ഞാൻ ആരുമില്ല. അതുകൊണ്ട് ഞാൻ ഈ ടോപ്പിൽ നമുക്ക് വിടാം, ഇത് സംസാരിച്ചാൽ ശരിയാവില്ല. സോ കൗൺസിലിംഗ് ആയിരുന്നല്ലോ നമ്മുടെ മെയിൻ സാധനം സംസാരിച്ചുകൊണ്ടിരുന്നത്.
ഇതിനകത്തിപ്പം പ്രിഫറൻസ് ചോയ്സസ് പറഞ്ഞാണ് നമ്മൾ ഇവിടെ എത്തിയത്. സോ ഈ ഒരു രീതിയിൽ പ്രിഫറൻസ് ചോയ്സ് വെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലൈക്ക് യു ഷുഡ് ബി ഷുവർ അബൌട്ട് ഈ എങ്ങനെ വെക്കേണ്ടതെന്ന്. അവർ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചോയ്സ് ഇപ്പം നിങ്ങൾ സപ്പോസ് 10 ചോയ്സ് വെച്ചു, 10 വെക്കില്ലേ, കുറേ വെച്ചു. എനിക്ക് അതിനകത്ത് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, ലിമിറ്റേഷൻസും ഇല്ല. അപ്പം എത്ര വെക്കാൻ പറ്റുമോ? ഈ പ്രാവശ്യം ഇതൊക്കെ മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അത് വേറെ കാര്യം. കഴിഞ്ഞ 3 വർഷം ഇങ്ങനെയായിരുന്നു പാറ്റേൺ. അപ്പം നിങ്ങൾക്ക് എത്ര ചോയ്സ് വേണമെങ്കിലും വെക്കാനായിരുന്നു പണ്ടൊക്കെ, കഴിഞ്ഞ 3 വർഷം. അപ്പം ഞാനൊരു എക്സാമ്പിളിന് പറയാം, 10 ചോയ്സ് വെച്ചെന്ന് വെച്ചോ. അതിനകത്ത് ആദ്യത്തെ ചോയ്സ് നിങ്ങളുടെ നിഫ്റ്റി ഡൽഹി FD ആണെന്ന് വെച്ചോ. ഓക്കെ, അതിൽ നിങ്ങളുടെ റാങ്ക് എത്തുമ്പോഴത്തേക്ക് അതിൽ സീറ്റ് ഉണ്ടോ എന്ന് നോക്കും. അപ്പം സീറ്റിന് ലൈക്ക് ഓരോ റാങ്ക് അനുസരിച്ചാണ്. ഫസ്റ്റ് കിട്ടിയ ആൾക്ക് ഫസ്റ്റ് സീറ്റ് കൊടുക്കും, സെക്കൻഡ് കിട്ടിയ ആൾക്ക് സെക്കൻഡ് സീറ്റ് കൊടുക്കും. അങ്ങനെ നിങ്ങളുടെ റാങ്ക് 600 ആണെങ്കിൽ 600 കിട്ടിയ ആൾക്ക് ആ ഒരു ടൈമിൽ സീറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നിഫ്റ്റി ഡൽഹി FD ഫിൽഡ് ആണെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് ചോയ്സ് നോക്കും. അത് നിഫ്റ്റി ബാംഗ്ലൂർ TD ഫിൽഡ് ആണെങ്കിൽ നിങ്ങളുടെ തേർഡ് ചോയ്സ് നോക്കും. അങ്ങനെ 4th ചോയ്സ് നോക്കും. പിന്നെ നോക്കി 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 വരുമ്പം എവിടെയാണോ സീറ്റുള്ളത് അവിടെ നിങ്ങൾക്ക് സീറ്റ് കിട്ടും. അതാണ് മെയിൻ സാധനം. ഓക്കെ, ഇനി ഇതിനകത്ത് ബാക്കി വരുന്നത് എന്താണെന്ന് വെച്ചാൽ അലോട്ട്മെൻറ്റ്സ്. ഞങ്ങളുടെയൊക്കെ ടൈമിൽ, എൻ്റെ ടൈമിൽ ഒരു 5 അലോട്ട്മെൻറ്റ്, ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. സ്പോട്ട് അലോട്ട്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ക്ലാസ് തുടങ്ങി ഒരു 3 വീക്സ് എന്തോ കഴിഞ്ഞിട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ വന്നത്. അപ്പം ഈ ഒരു പ്രിഫറൻസ് ചോയ്സിൻ്റെ കേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അലോട്ട്മെൻറ്റ് വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീസ്, സ്ലൈഡ്, പിന്നെ അപ്ഗ്രേഡ്, 3 ഓപ്ഷൻസ് ആണ്. ഫ്രീസ്, സ്ലൈഡ്, അപ്ഗ്രേഡ്. അതിനകത്ത് ഫ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ സ്ഥലം, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് നിഫ്റ്റി കണ്ണൂർ TD കിട്ടിയെന്ന് വെച്ചോ. അപ്പോൾ ആ സ്ഥലം നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് വേണം, അത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സീറ്റ് ഫ്രീസ് ചെയ്യാം. ഫ്രീസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫീസ് പേ ചെയ്യേണ്ടി വരും. അപ്പം ഫ്രീസ് ചെയ്യാം. അങ്ങനെയായിരുന്നു ഞാനൊക്കെ ചെയ്തത്. അന്നേരം ഫീസ് പേ ചെയ്ത് ആ സീറ്റ് ഫ്രീസ് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലൈഡാണ്. വെച്ചാൽ നിങ്ങൾക്ക് ആ സ്ഥലം ലോക്ക് ചെയ്യാം. ഇപ്പം നിഫ്റ്റ് കണ്ണൂർ ലോക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ചേഞ്ച് ചെയ്യാം. അതാണ് സ്ലൈഡ്. മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ഗ്രേഡ്. അതെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നെക്സ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം ഞാൻ എന്ന് പറയുമ്പം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ നിഫ്റ്റി കണ്ണൂർ TD കിട്ടി. ഞാൻ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്തു, മാറിയില്ല. തേർഡ് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്തു, മാറിയില്ല. അപ്പം അമ്മ തേർഡ് അലോട്ട്മെൻറ്റിൽ പറഞ്ഞു, അമ്മച്ചനും പറഞ്ഞ് ഫ്രീസ് ചെയ്തോ എന്ന് വെച്ചാൽ നമുക്ക് പോകാനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും. പിന്നെ എനിക്കും പ്രത്യേകിച്ച് അങ്ങനെ വേറെ കോളേജിൽ പോകണം, നോർത്ത് പോകണം അങ്ങനെയൊന്നും ഇല്ല. ഞാൻ പിന്നെയും നോക്കിയാൽ ഹൈദരാബാദ്, ചെന്നൈ ആയിരുന്നു. പക്ഷെ അത് റിസ്ക്കാണ് കിട്ടുമായിരിക്കും അവസാനം വരെയൊക്കെ നോക്കുവാണെങ്കിൽ. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഇത്രയും കാര്യമുള്ളൂ. ക്ലിയർ ആയിട്ട് എല്ലാ ഡോക്യുമെൻറ്റ്സും പറയുന്ന ഫോർമാറ്റിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. പറയുന്ന ഫോർമാറ്റിൽ എന്ന് പറയുമ്പോൾ അവർ ഈ അനക്ഷർ എന്താ അവർ പറയുന്നത് അത് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക. എന്നുവെച്ചാൽ ഈ ഫോർമാറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫൈഡ് ആയിട്ടില്ലായിരുന്നു. എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് എന്തോ പ്രശ്നമായിട്ട് ഞാൻ ഒരു ദിവസം ഫുൾ ഓടിയായിരുന്നു അത് ശരിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിഫറൻസ് ചോയ്സും നോക്കി വയ്ക്കുക. മൂന്നാമത്തെ നോക്കിയെന്ന് വെച്ചാൽ നോക്കിയും കണ്ടും നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ച് വെക്കുക, മണ്ടത്തരം കാണിക്കാതെ. ഞാൻ മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് പറഞ്ഞു. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ഈ അടുത്ത നെക്സ്റ്റ് നോക്കേണ്ടത് ഈ സ്ലൈഡ്, അപ്ഗ്രേഡ്, ആ ഒരു സംഭവം അത് നോക്കി ചെയ്യുക. ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫീസ് അടയ്ക്കുന്ന ആ ഒരു പ്രോസസ്സാണ്. ഫീസ് പേ ചെയ്യുക. നമുക്ക് പിന്നെ എല്ലാം ത്രൂ മെയിലാണല്ലോ, ലൈക്ക് മെയിലിൽ വരും ഫീസ് പേ ചെയ്ത് ആ പേപ്പേഴ്സൊക്കെ പ്രിൻറ്റ് ചെയ്തിട്ടാണ് തോന്നുന്നു നമ്മൾ പിന്നെ പോകേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മെയിൽ വരും. ഞാൻ ഇപ്പം 2 വർഷം ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് അത്ര ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് ഓർമ്മയുള്ളത് നമ്മൾ ഈ ഫീസ് അടച്ച റെസിപ്റ്റ്, അലോട്ട്മെൻറ്റ് പേപ്പറും എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ പേപ്പേഴ്സും ഞാൻ പ്രിൻ്റ് എടുത്തുകൊണ്ട് പോയായിരുന്നു. പിന്നെ നമ്മൾ ഈ ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്ത എല്ലാ ഡോക്യുമെൻറ്റ്സും ഫിസിക്കലി പ്രിൻ്റ് ചെയ്തിട്ട് ഫിസിക്കലായിട്ട് സബ്മിറ്റ് ചെയ്യണം പോകുന്ന ടൈമിൽ. ഫസ്റ്റ് നമ്മൾ പോകത്തില്ലേ ഓറിയൻറ്റേഷൻ ടൈമിൽ. അപ്പം സോ ഇത്രയേ ഉള്ളെന്ന് തോന്നുന്നു കൗൺസിലിങ്ങിൻ്റെ കാര്യം. എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഉണ്ട്, കുറേ കാര്യങ്ങൾ ഉണ്ടാവും, ഡൗട്ട്സ് ഉണ്ടാവും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഈ വീഡിയോ ആണെന്ന് ഒരാളെങ്കിൽ ഒരാൾ, രണ്ടാളെങ്കിൽ രണ്ടാൾ, ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക് ഡൗട്ട്. കമൻറ്റ് ബോക്സ് നിങ്ങളൊരു എൻ്റെ ഒരു ചാറ്റ് ബോക്സ് ആയിട്ട് കണ്ട്, അല്ല എനിക്ക് ചാറ്റ് ചെയ്യണ പോലെ വാട്സപ്പ് നമ്പറൊക്കെ കണ്ടുപിടിച്ച് മെസ്സേജ് അയക്കുവാറുണ്ട് എനിക്ക് പിള്ളേർ. അന്നേരം അതേപോലെ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ എന്തായാലും റിപ്ലൈ തരും. പിന്നെന്താ ഏതെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന, സിറ്റുവേഷൻ മീൻസ് കൗൺസിലിംഗ് പ്രോസസ്സിൽ നിൽക്കുന്ന പിള്ളേർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ ഹെൽപ്പ് ആകുമായിരിക്കും. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെയൊക്കെ ടൈമിൽ കഴിഞ്ഞ വർഷം മുന്നത്തെ വർഷമൊക്കെ, കഴിഞ്ഞ വർഷം ഉണ്ടായെന്ന് അറിയത്തില്ല, എൻ്റെ ടൈമിലൊക്കെ നമുക്ക് ഓപ്ഷൻസ് ഒരു ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ നമ്മുടെ പ്രിഫറൻസസ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് പ്രിഫറൻസ് ഇപ്പം നമ്മൾ വെച്ചത് മണ്ടത്തരമായി, ഇങ്ങനെ വേണ്ട, അല്ലെങ്കിൽ അത് മതി എന്നൊക്കെ തോന്നിയിട്ട് അങ്ങനെ മാറ്റണം എന്നുള്ളവർക്ക് അത് മാറ്റാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ മാറ്റാൻ പറ്റുമായിരുന്നു. അതൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്.
പിന്നെ എനിക്കൊരു ടിപ്പ് പറയാനുള്ള ഫോർ ദി സ്റ്റുഡൻസ് ഹു വാണ്ട് ടു നോ, ലൈക്ക് അവർക്ക് ഒരു കോളേജിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറാനുള്ള ഒരു പ്രോബബിലിറ്റി എന്താ, കിട്ടുമോ, ലൈക്ക് ആ സ്ഥലം വെച്ചാലും കിട്ടുമോ. എന്തൊക്കെ കുട്ടികളുണ്ട് വന്ന് ചോദിച്ച്, എന്ന് വെച്ചാൽ ഇപ്പം ജനറലാണ് ഇത്രയാണ് റാങ്ക്, എനിക്ക് നിഫ്റ്റ് കണ്ണൂർ TD എങ്കിലും കിട്ടുമോ എന്ന്, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻസും ഒക്കെ ഉള്ള കുട്ടികൾക്ക് എനിക്കൊരു ടിപ്പ് പറയാനുള്ളത്, നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് ശരിക്കും നിഫ്റ്റിൻ്റെ ലാസ്റ്റ് ഇയർ, ലൈക്ക് ലാസ്റ്റ് റാങ്ക് പ്ലേസ്മെൻറ്റ് ഇസ് നോട്ട് ദ ജോബ് പ്ലേസ്മെൻറ്റ്, അല്ലാതെ ഈ നിഫ്റ്റ് ശരിക്കും എങ്ങനെ പറയാനെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം പ്രീവിയസ് ഇയേഴ്സിൽ ഏറ്റവും ലാസ്റ്റ് ഏത് റാങ്കാണ് ഈ ഒരു കോളേജിൽ പ്ലേസ്ഡ് ആയി, ഇപ്പോൾ നിഫ്റ്റ് കണ്ണൂർ TD ഡിപ്പാർട്ട്മെൻറ്റിൽ ഏത് റാങ്കാണ് ഏറ്റവും ലാസ്റ്റ് പ്ലേസ്ഡ് ആയത് അറിയാൻ പറ്റും. അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ട്. സോ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് 2022 ലിസ്റ്റ് കിട്ടി. 2023 ലിസ്റ്റ് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല. 2 ലിസ്റ്റ് എന്തായാലും കിട്ടിയിട്ടുണ്ട്. 3, 4 ഒന്നും ഞാൻ അത്രയും ഡീപ്പായിട്ട് സെർച്ച് ചെയ്തത്. ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ തന്നെ എനിക്ക് 2022 ലിസ്റ്റ് കിട്ടി. പക്ഷേ നിഫ്റ്റ് ആ ഒരു ഇത് വെച്ചിട്ട് ഇപ്പോൾ ലാസ്റ്റ് റാങ്ക് ട്രെൻഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് ട്രെഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഗൈസ്, നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇപ്പം തന്നെ കുറച്ച് ലോങ് ആയെന്ന് തോന്നുന്നു, ബട്ട് അത്രയും ഇൻഫർമേഷൻസ് ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. ഇനിയും നിങ്ങൾക്ക് ഡൗട്ട്സ് കാണും. ഈ ഒരു ടൈമിൽ എത്രത്തോളം ഡൗട്ട്സ് ആണെന്ന് എനിക്കറിയാം. സോ എന്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരാം. ആൻഡ് കുറേ ഇൻഫർമേഷൻസ് ഞാൻ മിസ് ഔട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ കൂടെ ചെയ്യാം. കുറേ കാര്യങ്ങൾ എന്തെങ്കിലും മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഫീൽ ഫ്രീ, നിങ്ങൾ കമൻറ്റ്സ് ഇട്ടോ. ഇതൊരു വലിയ യൂട്യൂബ് ചാനലൊന്നും അല്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ലൈക്ക് എനിക്ക് എന്താണെങ്കിലും ചോദിക്കാം, ഞാൻ റിപ്ലൈ തരും എന്തായാലും. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ലൈക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടുന്ന പോലെ ആ ഒരു ലൈക്ക് ഫ്രീഡം എടുത്തിട്ട് നിങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഡൗട്ട്സ് ചോദിച്ചു. ബൈ.